നാട്ടിൽ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത കാര്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നഗരസഭയ്ക്കകത്ത് നടക്കുകയാണ്. എനിക്ക് തോന്നുന്നു മേയർ ഇവിടെ സുഗതനെ കാണാനും നോട്ടീസ് കൊടുക്കാനും വേണ്ടിയിട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് പോയോ എന്നുള്ളൊരു സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. എന്ത് വില കൊടുത്തും ഈ ഗുണ്ട നേതാവായിട്ടുള്ള സുഗതനെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടുമായി മേയറും സംഘവും മുന്നോട്ട് പോകുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഇന്ന് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുന്ന ഈ അവസ്ഥ, ഈ ഭരണസ്തംഭനം മാറണം. ഈ നഗരത്തിൽ ഇതുപോലുള്ള ഗുണ്ടാ കേസിലെ പ്രതികളെ വാഴിക്കുവാനുള്ള നഗരസഭയിൽ നിന്ന് ഞങ്ങൾക്ക് അറിയിക്കണം. നമസ്കാരം. തിരുവനന്തപുരം നഗരസഭയിലെ BJP കൗൺസിലറായ കാപ്പ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിയുന്ന സുഗതനെ കൗൺസിലർ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് CPM കൗൺസിലർമാരുടെ പ്രതിഷേധം കടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 2 ദിവസം മുൻപാണ് നഗരസഭയ്ക്ക് മുൻപിൽ CPM കൗൺസിലർമാരും CPM നേതാക്കളും ഉൾപ്പെടെയുള്ള സംഘം ഈ സുഗതനെ പുറത്താക്കണം, കൗൺസിലിൽ നിന്ന് പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സമരം ഘടിപ്പിച്ചത്. ഇന്നേക്ക് ആ സത്യാഗ്രഹ സമരം ഇന്നേക്ക് 3-ാം ദിവസം പിന്നിടുകയാണ്. 3-ാം ദിവസം പിന്നിടുന്ന വേളയിൽ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് CPM കൗൺസിലർമാർ പ്രതിഷേധം ഘടിപ്പിച്ചിരിക്കുകയാണ്. അതായത് മേയർ VV രാജേഷ് ഇരിക്കുന്ന ചേംബറിൻ്റെ അതായത് വാതിലിൻ്റെ പുറത്ത്, അതായത് ഇടനാഴിയിൽ, നഗരസഭയുടെ ഇടനാഴിയിൽ CPM കൗൺസിലർമാർ പ്രതിഷേധം കുത്തിയിരുന്ന് നടത്തുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതായത് സുഗതനെ പുറത്താക്കണമെന്നുള്ള ശക്തമായുള്ള ആവശ്യം, ആ ഒരു നിലപാടിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നുള്ള നിലപാട് ഉറപ്പിച്ചുകൊണ്ട് തന്നെ CPM കൗൺസിലർമാർ നിലവിലിപ്പോൾ നഗരസഭയ്ക്ക് ഉള്ളിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ്. നഗരസഭയിലെ LDF കൗൺസിലർമാർ എന്ത് വില കൊടുത്തും ഇവരുടെ ഈ നയങ്ങളെ, ഈ തെറ്റായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചേർത്ത് തോൽപ്പിക്കുവാനുള്ള അതിശക്തമായിട്ടുള്ള സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ഈ അവസരത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഭരണം ഈ രൂപത്തിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നവർ ധരിക്കേണ്ടതില്ല. കേവലം 50 ആളുകളുടെ ഭൂരിപക്ഷമില്ലാത്ത ഒരു നഗരസഭാ ഭരണമാണ്. 101 അംഗങ്ങളുള്ള നഗരസഭയിൽ 50 അംഗങ്ങളുടെ ഭൂരിപക്ഷമില്ലാത്ത 50 അംഗങ്ങൾ മാത്രമാണുള്ളത്. നമുക്കറിയാം 101-ൽ 51 പേരുടെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് ഭൂരിപക്ഷമായി മാറൂ എന്നുള്ള യാഥാർത്ഥ്യവും നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. അപ്പൊ അതില്ലാതെ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കൂട്ടൽ ഭരണം നടത്തി മുന്നോട്ട് പോകുന്ന ഇവരുടെ ഈ നയത്തിനെതിരായി ഈ രൂപത്തിലുള്ള ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിൽ, അതുപോലെ തന്നെ നഗരവാസികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ വന്നിട്ടുള്ള വീഴ്ചകളെ സംബന്ധിച്ച് ഇതെല്ലാം അടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട്, നഗരത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, ജനങ്ങളെ അണിനിരത്തിക്കൊണ്ടുള്ള സമരവും, അതോടൊപ്പം തന്നെ നഗരസഭയ്ക്കുള്ളിൽ LDF-ന്റെ കൗൺസിലർമാർ മേയറെ ഖരാവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് LDF-ന്റെ കൗൺസിലർമാരായിട്ടുള്ള ആളുകൾ മേയറുടെ ഓഫീസിലേക്ക് വന്നത്. മേയറുടെ ഓഫീസിൽ കയറി നോക്കിയപ്പോൾ മേയർ ഇല്ലാത്തത് കൊണ്ടാണ് ഖരാവോ സമരം ഈ മേയറുടെ ഓഫീസിന്റെ മുന്നിൽ നടത്തിയത്. നമ്മുടെ നാട്ടിൽ നടക്കാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത കാര്യങ്ങൾ, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നഗരസഭയ്ക്കകത്ത് നടക്കുകയാണ്. ഇന്നിപ്പോ നമ്മള് കൗൺസിലർമാരായിട്ടുള്ളവർ വന്നപ്പോ ഞങ്ങൾക്കൊക്കെ നോട്ടീസ് ഇവിടെ ഇപ്പോൾ തന്നിരിക്കുകയാണ്. 29-ാം തീയതി കോർപ്പറേഷൻ കൗൺസിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കി. സ്വാഭാവികമായിട്ടും സുഗതന് നോട്ടീസ് കൊടുക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു മേയർ ഇവിടെ സുഗതനെ കാണാനും നോട്ടീസ് കൊടുക്കാനും വേണ്ടിയിട്ട് വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് പോയോ എന്നുള്ളൊരു സംശയമാണ് എനിക്കിപ്പോൾ ഉള്ളത് എന്നുള്ളതാണ്. എന്ത് വില കൊടുത്തും ഈ ഗുണ്ട നേതാവായിട്ടുള്ള സുഗതനെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടുമായി മേയറും സംഘവും മുന്നോട്ട് പോകുകയാണ്. 4 ആഴ്ച സമയം അതിനകത്ത് ഉണ്ട്. ഞങ്ങളെല്ലാം ഇവിടെ കൗൺസിലിൽ സത്യപ്രതിജ്ഞ നടത്തിയത് കൗൺസിൽ യോഗത്തിനകത്താണ് സത്യപ്രതിജ്ഞ നടത്തിയത്. സത്യപ്രതിജ്ഞ നടത്തുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത്
കൗൺസിലർമാരായിട്ടുള്ള സത്യപ്രതിജ്ഞ നടത്തുന്നവരുടെ ചടങ്ങിനെ സംബന്ധിച്ച് പാർലമെന്ററി പാർട്ടി ലീഡർമാരും ഇവിടുത്തെ കൗൺസിലർമാരും അതുപോലെ പ്രതിപക്ഷ അംഗങ്ങളും ഭരണപക്ഷ അംഗങ്ങൾക്കും എല്ലാം നോട്ടീസ് കൊടുക്കാറുണ്ട്, പബ്ലിക്കായിട്ടുള്ള നോട്ടീസും കൊടുക്കാറുണ്ട്. ആ അർത്ഥത്തിൽ ഒരു കൗൺസിൽ മീറ്റിംഗിനകത്ത് വെച്ച് യഥാർത്ഥത്തിൽ ഈ 20 പേരും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി കർക്കശമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ആ പറയുന്ന കോടതി വിധി യഥാർത്ഥത്തിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് തെറ്റാണെന്നും അത് തിരുത്തപ്പെടേണ്ടതാണെന്നും അത് നിയമത്തിന്റെ മുന്നിൽ തിരുത്തപ്പെടേണ്ടതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കോടതി വിധി വന്നിരിക്കുന്നത്. പക്ഷേ അതിനെ ആ പറയുന്ന നിയമപരമായി ആ കോടതി കണ്ടിട്ടുള്ള ഉത്തരവിനെ തന്നെ വളരെ വളരെ ഒന്നുമല്ലാതാക്കുന്ന തരത്തിലേക്ക് തങ്ങൾ കുറച്ചു പേരെല്ലാവരും കൂടി ചേർന്നിരുന്ന് 10-20 പേരെ വിളിച്ചു കൂട്ടി കുറെ മാധ്യമങ്ങളെ എല്ലാം വിളിച്ചു ചേർത്തതിന് ശേഷം ഒളിച്ച് ഒരു സത്യപ്രതിജ്ഞ നടത്തുകയാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഇന്നലെ ഇന്നിപ്പോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു എന്താണ് പണ്ടൊക്കെ നമ്മുടെ നാട്ടിനകത്ത് പറയാറുണ്ടല്ലോ, ഈ പറയുന്ന മുണ്ടും തലയിലിട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് പോകുമെന്ന് പറയുന്നത് പോലെ തന്നെ ചില BJP കൗൺസിലർമാര് തലയിൽ മുണ്ടിട്ടുകൊണ്ടാണ് ഈ പറയുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിനകത്ത് വന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടത്തി പോയത് എന്നുള്ളതാണ്. ആ രൂപത്തിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ബാധ്യതപ്പെട്ടിട്ടുള്ള മേയർ തന്നെ അതിനെ ലംഘിക്കുന്നത് ആണ് ഇന്നലെ കണ്ടത്. ഇന്നലെ ആ കോടതി വിധിക്കകത്ത് പറയുന്നുണ്ട് 3 പേരെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറി ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരും ആണ് ഇതിന്റെ സത്യപ്രതിജ്ഞ നടത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സത്യപ്രതിജ്ഞ നടക്കുന്നതായിട്ട് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇന്ന് വിശദീകരണം ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അവിടെ വന്ന് ഇങ്ങനെ ഒരു ധൃതി പിടിച്ച് ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയതിനെ സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ടു എന്നുള്ളതാണ്. പക്ഷേ ആ വകുപ്പ് മന്ത്രിയെയും പ്രിൻസിപ്പൽ സെക്രട്ടറിയെയും കോടതി ചുമതലപ്പെടുത്തിയ ആളുകളെ എല്ലാം ഒഴിവാക്കി വെച്ചുകൊണ്ട് മറച്ചു പിടിച്ചുകൊണ്ട് ഇവര് കുറച്ചു പേര് മേയറുടെ നേതൃത്വത്തിൽ, നിങ്ങൾ ഇന്നലെ മാധ്യമങ്ങൾ കണ്ടു കാണും, മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുള്ള ഒരു കത്തുണ്ട്. എന്താ, ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ഈ പറയുന്ന സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താൻ. അങ്ങനെ ഒരു കത്ത് കൊടുക്കണമെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഇന്നലെ കാണുന്നത് കോർപ്പറേഷൻ മേയറുടെ കത്ത് ഈ പറയുന്ന മാധ്യമങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്തു കൂടി പുറത്തു വരികയാണ് യഥാർത്ഥം ചെയ്തത്. അപ്പോൾ മേയറുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള ഒരു സത്യപ്രതിജ്ഞ ചടങ്ങായി ഇത് മാറി എന്നുള്ളതാണ്. വീണ്ടും ഞങ്ങൾ തെറ്റ് ചെയ്യും എന്ന് പറയുന്നതിന്റെ പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന മേയർ ഞങ്ങൾ ഇനിയും ലംഘിക്കും എന്ന് പറയുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇന്നലെ ആരോ ചോദിച്ചതുപോലെ ഈ പറയുന്ന ഓൺലൈനിൽ കൂടി സുഗതനെ കൂടെ ഇങ്ങോട്ട് സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തിയിരുന്നെങ്കിൽ എല്ലാം തികയുമായിരുന്നു. അതിന് വകുപ്പുണ്ടെങ്കിൽ അതും ചെയ്യുന്ന രൂപത്തിലേക്ക് ഈ പറയുന്ന മേയറുടെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്ന ഭരണസമിതി മുന്നോട്ട് പോയേനെ എന്നുള്ളതാണ്. അപ്പൊ ഇതെല്ലാം പറയുന്ന കാര്യങ്ങൾ, ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ചട്ടങ്ങളെ മുഴുവൻ കാറ്റിപ്പറത്തിക്കൊണ്ട് എന്ത് വില കൊടുത്തിട്ടായിരുന്നാലും തങ്ങളുടെ ഭരണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ ധൃതി വെച്ച് എന്തിനാണ്? ഒരു ഭയമാണ് യഥാർത്ഥത്തിൽ. ഈ പറയുന്നത് പോലെ തന്നെ 10-20 കൗൺസിലർമാര് 29-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു. ആ 29-ാം തീയതി നോട്ടിഫിക്കേഷനകത്ത് കൗൺസിൽ യോഗം ചേർന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇവർക്ക് സത്യപ്രതിജ്ഞ ചടങ്ങിന് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവര് അസാധുവാകുമെന്നുള്ളത് കൊണ്ട് അതിന്റെ ഒരു ഭയമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മേയറുടെ ഇന്നലെ ധൃതി വെച്ചിട്ടുള്ള ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തൽ എന്നുള്ളതാണ്. ഇതല്ല ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ കൗൺസിലിനകത്ത് തന്നെ പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലർ 19 കേസിനകത്ത് പ്രതിയാണ്, കാപ്പ കേസാണ്. പല ക്രിമിനൽ കേസിനകത്തും അയാൾ അഫിഡവിറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട് അയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള ക്രിമിനൽ കേസിനകത്ത് ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് അഫിഡവിറ്റിനകത്ത് തന്നെ പറയുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന എല്ലാ ക്രിമിനൽ ആക്ടിവിറ്റീസും നടത്തിയ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന നീക്കം, ആ നീക്കം ജനാധിപത്യ കേരളത്തിനകത്തും ജനാധിപത്യ സമൂഹത്തിനും എതിരായിട്ടുള്ളതാണെന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഇത്തരം മേയറുടെ നേതൃത്വത്തിലും ഇവിടുത്തെ കൗൺസിലർമാരുടെ നേതൃത്വത്തിലും ഇന്നിപ്പോ കൗൺസിലറും മേയറും ഒക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇനിയും ഈ പറയുന്ന കണക്ക് സുഗതന് വേണ്ടിയിട്ടുള്ള സമരം വ്യാപിപ്പിക്കുമെന്നാണ് പറയുന്നത്. ആരെയാണ് ഇവര് മേയർ വെല്ലുവിളിക്കുന്നത്?
ഈ ജനാധിപത്യ സംവിധാനത്തിന് ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ യഥാർത്ഥത്തിൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സംവിധാനത്തെ ഒരു അധികാരം കിട്ടിയെന്ന് വെച്ചുകൊണ്ട് അധികാരം ദുർവ്യവഹാരം ആയിട്ട് രൂപത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ഈ സുഗതനെ പുറത്താക്കണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം ശക്തമാണ്. ഈ ശക്തമായിട്ടുള്ള ആവശ്യം അംഗീകരിക്കുന്നത് വരെ ഞങ്ങൾ ഇതിനെതിരായിട്ടുള്ള സമരം ചെയ്യും. ഇന്ന് 3ാമത്തെ ദിവസമാണ് ഇന്ന് ഈ നമ്മുടെ ഈ കോർപ്പറേഷന്റെ ഓഫീസിന്റെ മുന്നിലുള്ള സമരം എന്ന് പറയുന്നത്. ഇന്നലെ ഉൾപ്പെടെയുള്ള കാണിച്ചിട്ടുള്ള ഈ ധാർഷ്ട്യവും ഈ പറയുന്ന ധിക്കാരവും നിയമവ്യവസ്ഥയോടും ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണ് ഇത്തരത്തിലുള്ള LDFന്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായിട്ടുള്ള സമരത്തിന് ഇന്ന് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അതാണ് ഇന്നത്തെ ഈ സമരമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. പിന്നെയോ പറയുന്ന ഏറ്റവും വലിയൊരു വിഷയം ഞങ്ങൾ ശാശ്വതമായി പരിഹരിക്കുമെന്ന് പറയുന്ന തെരുവ് നായ്ക്കളാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സൂചിപ്പിക്കുന്നു ഞങ്ങളുടെ സമരങ്ങളിൽ തെരുവ് നായ്ക്കളെ പിടിക്കുവാനായി ബഹുമാനപ്പെട്ട മേയർ മാത്രമല്ല, സാധാരണ തെരുവ് നായ്ക്കളെ ഞങ്ങൾ പിടിക്കുവാനായി അതിനൊരു പ്രത്യേക ഡോഗ് സ്ക്വാഡിനെ ഉണ്ടാക്കി. ഇപ്പോൾ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ഈ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെ നായെ പിടിക്കാൻ ചെന്ന് നിൽക്കുകയാണ്. എന്തു ഗതികേടാണ്! ഈ കോർപ്പറേഷന്റെ ഒരു ഗതികേട്ട അവസ്ഥയിലേക്കല്ലേ പോകുന്നത്? തെരുവ് നായികളെ പിടിക്കുവാൻ കാലാകാലങ്ങളായി ഇവിടെ സംവിധാനങ്ങളുണ്ട്. എന്തിനാ? നമുക്ക് മനസ്സിലാവും ഇതൊക്കെ വെറും സ്റ്റണ്ടായി റീൽസായി ഇറക്കിക്കൊണ്ടു പോകുവാൻ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ വാർഡുകളിൽ വെളിയിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഞങ്ങളൊക്കെ ഭരിക്കുന്ന സമയത്ത് ശാശ്വതമായി അതിനെ പരിഹരിക്കുവാനുള്ള മാർഗം ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്നില്ല. ABC എന്ന് പറയുന്ന പദ്ധതി മാത്രം നടപ്പിലാക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്ന് ഫെറോഷ്യസ് ആയിട്ടുള്ള ഡോഗ്സിനെ, തെരുവ് നായ്ക്കളെ ഇല്ലാതാക്കുവാനായി കോടതി അനുവദിച്ചിരിക്കുകയാണ്. ഇതിന് ഷെൽട്ടർ ഒരുക്കുവാൻ വേണ്ടി സംവിധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എവിടെ പോയി ശ്രീമാൻ രാജേഷിന്റെയും അതോടൊപ്പം ഈ നഗരസഭ ഭരിക്കുന്ന സെക്രട്ടറിയുടെയും ഒക്കെ ആ ഉത്തരവാദിത്തങ്ങൾ? വെറും റീൽസിലേക്ക് ഒടുക്കുന്ന സാഹചര്യം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ നാട് വളരെ പ്രതീക്ഷയോടെ നിങ്ങൾ തെരഞ്ഞെടുക്കുവാൻ വന്നു, അല്ലെങ്കിൽ ഈ നാട് പ്രതീക്ഷയോടെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് ആഗ്രഹിച്ചിരുന്നു. പ്രതീക്ഷകൾ അസ്ഥാനത്തായി എന്ന് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് മാറുന്ന ഈ അവസ്ഥ, ഈ ഭരണസ്തംഭനം മാറണം. ഈ നഗരത്തിൽ ഇതുപോലുള്ള ഗുണ്ടാ കേസിലെ പ്രതികളെ വാഴിക്കുവാനുള്ള നഗരസഭയെന്ന് ഞങ്ങൾക്ക് അറിയിക്കണം. അതിനായി ശക്തമായ സമരങ്ങളുമാണ് ഓരോ ദിവസവും ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് ഏവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ നമ്മൾ നോക്കിക്കാണേണ്ടത് BJPക്ക് നഗരസഭയിൽ അധികാരം ലഭിക്കുന്നത് ഇതിന് പിന്നാലെയാണ് വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായ സുഗതനെതിരെ കാപ്പ കേസ് ചുമത്തുന്നതും ഇതിനെ തുടർന്ന് ജയിലിൽ അടയ്ക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്രൻ നിലവിലുണ്ട് എങ്കിലും ഒരു കൗൺസിലറിൻ്റെ കുറവ് നിലവിലിപ്പോൾ BJPക്ക് ഉണ്ട്. അതുകൊണ്ട് അധികാരം നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്കകളെല്ലാം തന്നെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ കാപ്പ കേസ് വരുന്നതും. ഇതിനെ തുടർന്ന് CPM കൗൺസിലർമാർ പ്രതിഷേധം കടുപ്പിച്ചതും ഇപ്പോൾ ആ പ്രതിഷേധം നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. ഈ പ്രതിഷേധം അതിര് കടന്നോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നുണ്ട്. അതേസമയം നഗരസഭയുടെ ഭരണവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും നിലനിൽക്കുന്നുണ്ട്. പ്രധാനമായും CPM കൗൺസിലർമാരും പറയുന്നത്, അതായത് സുഗതനെ ഈ കൗൺസിൽ സ്ഥാനത്ത് നിന്നും പുറത്താക്കണം. അതുകൂടാതെ നഗരസഭാ ഭരണത്തിൽ നിന്നും മേയർ VV രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥും ഉടൻ തന്നെ രാജിവെക്കണം എന്നുള്ളതുമാണ്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.